നമ്മൾ പോകുന്നത് പാലക്കാട് കഞ്ചിക്കോട് റെയിൽപാളത്തിന് സമീപം നിലയുറപ്പിച്ച് കാട്ടാനക്കൂട്ടം എന്ന വാർത്തയിലേക്കാണ്. ഈ കഴിഞ്ഞിടയ്ക്കും സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. 5 കാട്ടാനകളാണ് റെയിൽപാളം മുറിച്ചു കടക്കുന്ന ആ ഒരു ദൃശ്യം 24 ലഭിച്ചിട്ടുണ്ട്. 1, 2, 3, 4, 5 ഒന്നിന് പിന്നാലെ ഒന്നായി ചെറിയ ആനയും വലിയ ആനയും എല്ലാം കൂടെ റെയിൽവേ പാളം മുറിച്ചും കടക്കുകയാണ്. ശ്രീകുമാരൻ വിവരങ്ങൾ വെച്ചാൽ ശ്രീത്ത്, ഇത് തീവണ്ടി പോകുന്ന റെയിൽപാളമാണ്. ഇങ്ങനെ മുറിച്ചു കടക്കുന്നതിനിടയ്ക്ക് തീവണ്ടിയൊക്കെ വന്ന എന്താ അവസ്ഥ? ഹാഷ്മി, തീവണ്ടി വന്നു ഹാഷ്മി, കുറച്ചു നേരം നിർത്തിയിടേണ്ട അവസ്ഥ വന്നു. ഇത് മാത്രമല്ല, ഇന്നലെ ഉച്ചയോടുകൂടി കൊട്ടാമുട്ടി, അതായത് കഞ്ചിക്കോട് മേഖലയാണ്, കഞ്ചിക്കോട് മേഖലയുടെ തൊട്ടപ്പുറത്തെ പ്രദേശം കൊട്ടാമുട്ടി, അവിടെ ഏതാണ്ട് ഒരു 5 മിനിറ്റോളമാണ് ഒരു കാട്ടാന PT-14 എന്ന ആ ഒരു കാട്ടാന നിലയുറപ്പിച്ചത്. ആ കാട്ടാന മുറിച്ചു കടക്കും വരെ ട്രെയിൻ അവിടെ നിർത്തിയിട്ടു. അതിനുശേഷം ട്രെയിൻ കടന്നു പോകുന്ന ദൃശ്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് കഞ്ചിക്കോട് ചുള്ളിമട സ്കൂളിന് സമീപമാണ്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് രാവിലെയോടുകൂടി പുലർച്ചയോടുകൂടി ഈ കാട്ടാന കൂട്ടം ഇറങ്ങിയത്. 2 കുട്ടികളുണ്ട്. അതിൽ 2 മാസം പ്രായമായ ഒരു കുട്ടിയും തള്ളയാനയും അതുകൂടാതെ ഒരു കൊമ്പനും മറ്റൊരു കുട്ടിയാനയും, അങ്ങനെയാണ് 5 കാട്ടാനകൾ എന്ന ഒരു കണക്ക്. അത് രാവിലെ നമ്മളവിടെ എത്തുന്ന സമയത്ത് പടക്കം പൊട്ടിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിനെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു. പടക്കം പൊട്ടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു കുളമുണ്ട്. ആ കുളമൊക്കെ മുറിച്ച് കടന്ന് കാട്ടാനക്കൂട്ടം ചുള്ളിമട സ്കൂളിന് സമീപത്ത് കൂടിയാണ് ഈ റെയിൽവേ പാളത്തിലേക്ക് പോയത്. എന്തായാലും ആ മേഖലയിൽ നിന്ന് കാട്ടാനകൾ പെട്ടെന്ന് തന്നെ പോയതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. ട്രെയിൻ തൊട്ടപ്പുറത്ത് തന്നെ നിന്നിരുന്നു. ഇത് ട്രെയിൻ ഗതാഗതത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. കാട്ടാനകൾ ഇപ്പോഴും കാട് കയറി പോകുന്നില്ല. അവർക്ക് നാട്ടിലെ ഭക്ഷണം. ശ്രീകുമാരനാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വലിയ അപകടമാണ് ഒഴിവായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.